السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. لقد صدق الله رسوله الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسكم ومقصرين لا تخافون. فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ ഉറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകളും ഇസ്ലാമികമായി ആ രംഗത്ത് നമ്മൾ നിലനിർത്തിപ്പോരേണ്ടുന്ന കൃത്യമായ നിയമങ്ങളുമായിരുന്നു വിശദീകരിക്കപ്പെട്ടത്. ആ ഉറക്കത്തിൽ സാധാരണയായി നമ്മളെല്ലാം കാണുന്ന ഒരു പ്രതിഭാസമായ സ്വപ്നദർശനം, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ മര്യാദകളും നിയമങ്ങളുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കൽപ്പനകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തി കൊണ്ടുപോകുന്ന നല്ലവരിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും അല്ലാഹു ആ മാർഗത്തിലാക്കിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ദിനേന എന്നോണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്വപ്നം കാണുക എന്ന് പറയുന്നത്. ഇസ്ലാമിന് എല്ലാ രംഗത്തേക്കും കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ട്. എന്താണ് ഈ സ്വപ്നദർശനം എന്ന് ഇന്നും തൃപ്തികരമായ നിലക്കുള്ള ഒരു വിശദീകരണത്തിന് ആരെക്കൊണ്ടും സാധിച്ചിട്ടില്ല. പലരും പല നിലക്കുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാറുണ്ടെങ്കിലും എന്താണ് സ്വപ്നം, എന്താണ് ആ ഘട്ടത്തിൽ നടക്കുന്നത് എന്ന് തികച്ചും ആത്മീയമായ ലോകത്തിന്റെ ഒരു കാര്യമായതുകൊണ്ട് കൃത്യമായ നിലക്ക് ഒരാളെ കൊണ്ടും അത് പറയാൻ സാധ്യമല്ല. എന്നാൽ ആ രംഗത്ത് കാത്തു സൂക്ഷിക്കേണ്ടുന്ന നിയമങ്ങൾ ഇസ്ലാം നമ്മോട് ഉണർത്തിയിട്ടുമുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ഒട്ടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ടുവരികയുമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന് എന്താണ് പറയാനുള്ളത്, ഒരു മുസ്ലിം ആ രംഗത്ത് എന്താണ്
മനസ്സിലാക്കേണ്ടത്. ഇത് വളരെ അനിവാര്യമായും നമ്മൾ ഗ്രഹിച്ചിരിക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് മുസ്ലിമിന്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയുടെ അവസാന ഭാഗത്ത് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വപ്നം എന്ന് പറയുന്നത് മഹാന്മാരായ അമ്പിയാക്കളുടെ സ്വപ്നങ്ങൾ മുഴുവനും യാഥാർത്ഥ്യമാണ്. അവർ കാണുന്ന സ്വപ്നങ്ങൾ 100% സത്യസന്ധമായിരിക്കും. കാരണം അത് അവർക്ക് നൽകപ്പെടുന്ന വഹയിന്റെ വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് വഹയി നൽകുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ആ രീതികളിൽപ്പെട്ട ഒരു രീതിയാണ് സ്വപ്നദർശനത്തിലൂടെ അവർക്ക് കാര്യങ്ങൾ നിർദ്ദേശിക്കുക, കൽപ്പിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അത് 100% സത്യസന്ധമാണ്, അത് വഹയുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, റുഇയൽ അംബിയാഇ വഹയുൻ, അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ അത് വഹയാണ്. അതുകൊണ്ട് തന്നെ അത് 100% സത്യസന്ധവുമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പല പ്രവാചകന്മാരുടെയും സ്വപ്ന ദർശനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം കണ്ട ഒരു സ്വപ്നമായിരുന്നു സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കണം എന്ന നിർദ്ദേശം. ആ നിർദ്ദേശം സ്വപ്നത്തിലാണ് മഹാനവറുകൾക്ക് ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തു സാഫാത്തിന്റെ 102, 103, 104, 105, 106, 107 വരെയുള്ള ആയത്തുകളിലൂടെ കൃത്യമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സ്വപ്നത്തെ സംബന്ധിച്ച് അത് കണ്ട ശേഷം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന രംഗം ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക് ഫൻളുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. മോനെ വിളിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയാണ്, കുഞ്ഞുമോനെ, ഇന്നി അറാ ഫിൽ മനാമി, സ്വപ്നത്തിൽ ഞാൻ കാണുന്നു, അന്നി അസ്ബഹുക, നിശ്ചയമായി ഞാൻ നിന്നെ അറുക്കണമെന്ന്. നിന്നെ അറുക്കണമെന്നാണ് സ്വപ്നത്തിലെ നിർദ്ദേശം. ഫൻളുർ മാദാ തറാ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? മകൻ ബാപ്പക്കൊത്ത മകനാണ്, ബാപ്പ പഠിപ്പിച്ച മകൻ, സംസ്കാരമുള്ള മോനാണ്, ആദർശദാർഢ്യതയുള്ള പിതാവിന്റെ ആദർശദാർഢ്യതയുള്ള മോനാണ്. നിസ്സംശയം മകന്റെ മറുപടി, ഖാല, ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, ഇഫ്അൽ മാ തുഅ്മർ, കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ പിതാവേ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിലും സഹിക്കുന്നവരുടെ കൂട്ടത്തിലും ഉപ്പാക്ക് കണ്ടെത്താം. മകന്റെ ഉറച്ച മറുപടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൽപ്പിക്കപ്പെട്ടത് ചെയ്തോളൂ എന്നാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി. അപ്പോ സ്വപ്നത്തിലൂടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനുണ്ടായത് കേവലം മിഥ്യാധാരണയല്ല, ചെയ്യാനുള്ള കൽപ്പനയാണ്. ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് മകനെ അറുക്കാനുള്ള തീരുമാനമാരെടുക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാനും നിങ്ങളും സ്വപ്നം കണ്ട പിറ്റേന്ന് അത് ചെയ്യാൻ പാടുണ്ടോ? നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇസ്ലാമിൽ അങ്ങനെ അനുവാദമുണ്ടോ? ഒരിക്കലും ഇല്ല. അതേ അവസരത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഈ സ്വപ്നം അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള കൽപ്പനയാണ്. ആ കൽപ്പന വഹിയാണ്. ആ വഹിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ മകനെ വിളിച്ചുകൊണ്ട്, എന്താണ് മോനെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ, കൽപ്പിക്കപ്പെട്ടത് അഥവാ സ്വപ്നത്തിലൂടെ ഉപ്പായോട് കൽപ്പിക്കപ്പെട്ട കാര്യം അഥവാ എന്നെ അറുക്കണമെന്ന കാര്യം ചെയ്തോളൂ, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമാലുക്കളിൽപ്പെട്ടവനായി ഉപ്പാക്ക് എന്നെ കാണാം, ധൈര്യമായി അത് ചെയ്തോളൂ എന്ന് പറയുകയും ഇബ്രാഹിം അലൈഹിസ്സലാം മോനെ കൂട്ടിക്കൊണ്ടുപോയി അറുക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ അല്ലാഹു തആല പറഞ്ഞു, അയ്യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുഇയ, സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, അറവ് നടത്തേണ്ടതില്ല. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോവുകയല്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന് സ്വപ്നത്തിലുണ്ടായ ദർശനം വഹയായിരുന്നുവെന്നും ആ സ്വപ്നത്തിൽ കൽപ്പിക്കപ്പെട്ട കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അറവ് നടത്തുക എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്തുവാൻ ഒരുങ്ങിയത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇനി നോക്കൂ, മറ്റൊരു പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം, മഹാനവറുകളുടെ സ്വപ്നം വിശുദ്ധ ഖുർആൻ അതേ പേരിൽ തന്നെ വിശദമായി
ചർച്ച ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കണ്ട സ്വപ്നം എന്താണ്? ബാപ്പയോട് പറയുന്നു, താൻ കണ്ട സ്വപ്നം ബാപ്പയോട് പറയുകയാണ്. ഇദ് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് അലൈഹിസ്സലാം പിതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അബതി, എന്റെ പൊന്നുപ്പാ, ഇന്നി റഅയ്തു, ഞാൻ കണ്ടിരിക്കുന്നു. യൂസുഫ് നബി കണ്ട സ്വപ്നം പിറ്റേന്ന് ബാപ്പയോട് പറയാണ്. എന്താണ് കണ്ടത് ഞാൻ സ്വപ്നം? 11 കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും, അങ്ങനെ 11ഉം 2ഉം 13 സൂര്യചന്ദ്രന്മാരും 11 താരകങ്ങളും. റഅയ്തുഹും ലീ സാജിദീൻ, അവര് മുഴുവനും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നമാണ്. ആ സ്വപ്നം സത്യസന്ധമായിരുന്നു, കൃത്യമായിരുന്നു. ആ സ്വപ്നം പുലരുകയാണ് കുറെ കാലത്തിന്റെ ശേഷം. ആ ചരിത്രത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയാകുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വിദൂരദേശത്ത് നിന്ന് എന്നോ നഷ്ടപ്പെട്ടു പോയ മകന്റെ അടുത്തേക്ക് ബാപ്പ എത്തുന്നു, ഉമ്മ എത്തുന്നു. 11 സഹോദരന്മാരും അവിടെ പല കാരണങ്ങളാൽ എത്തിപ്പെടുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നൊരു കാഴ്ച കണ്ടപ്പോ വഖാല, അന്ന് തന്നെ ആ കാലത്ത് യൂസുഫ് അലൈഹിസ്സലാം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ഈ സ്വപ്നം ബാപ്പയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയാണ്, യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബ്ലു ഖദ് ജഅലഹാ റബ്ബീ ഹഖ്ഖാ. പിതാവേ, അന്ന് കുറെ മുമ്പ് ഞാൻ കണ്ടൊരു സ്വപ്നം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? 11 നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ 11 സഹോദരന്മാരാ. സൂര്യൻ എന്ന് പറഞ്ഞാൽ ബാപ്പയാണ്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഉമ്മയാണ്. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പണ്ട് പറഞ്ഞില്ലേ? അതിന്റെ വ്യാഖ്യാനം ഇതാ അള്ളാഹു സത്യസന്ധമായി പുലർത്തി തന്നിരിക്കുന്നു. ഖദ് ജഅലഹാ റബ്ബീ ഹഖ്ഖാ, എന്റെ രക്ഷിതാവ് അത് യാഥാർത്ഥ്യമാക്കി എന്റെ മുമ്പിലേക്ക് കാക്കി തന്നിരിക്കുന്നു. അന്ന് കണ്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം പുലരുകയാണ്. അമ്പിയാക്കളുടെ സ്വപ്നത്തിൽ പൊളി ഉണ്ടാവില്ല. അമ്പിയാക്കളുടെ സ്വപ്നത്തിൽ പേക്കിനാവുകൾ ഉണ്ടാവുകയില്ല. അമ്പിയാക്കളുടെ സ്വപ്നത്തിൽ കളവുകൾ ഉണ്ടാവുകയില്ല. 100% സത്യസന്ധമായിരിക്കും എന്നർത്ഥം. ഇത് നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുകയാണ്. എന്താണ് അവിടുന്ന് സ്വപ്നം കാണുന്നത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിലൂടെ വിശദീകരിക്കുകയാണ്. ലഖദ് സദഖല്ലാഹു റസൂലഹു റുയാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلموا فجعل من دون ذلك فتحا قريبا. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന സ്വപ്നം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബികളും കൂടി മസ്ജിദുൽ ഹറാമിലേക്ക് അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രവേശിക്കും, നിർഭയരായി പ്രവേശിക്കും. എങ്ങനെ? മുടി വടിച്ചവരായി, മുടി വെട്ടിയവരായ നിലയിലും. ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുടി മുറിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ നിയമമാണ്. അതേ അവസരത്തിൽ കർമ്മങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പൂർണ്ണമായി ഏറ്റവും ശ്രേഷ്ഠകരമായ നിലക്ക് മുടി പറ്റേ വടിച്ചു നീക്കും ഹാജിമാര്, ഉംറക്ക് പോകുന്നവർ. അതല്ലെങ്കിൽ മുടി പറ്റേ ചെറുതാക്കി വെട്ടും, ചെറുതാക്കി അങ്ങനെ നിർത്തും. ഈ 2 രീതിയിലുമുണ്ട്. അപ്പൊ ഈ 2 രീതിയിൽ ചെയ്തവരും മസ്ജിദുൽ ഹറാമിന്റെ അകത്തേക്ക് നിർഭയരായി പ്രവേശിക്കുക തന്നെ ചെയ്യും, ഒരു പേടിയുമില്ലാതെ എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂല് സ്വപ്നം കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണും. ആ കൊല്ലാണ് ഹുദൈബിയയിൽ ഉംറക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും പോകുന്നത്. പക്ഷേ അവർക്ക് മക്കത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഹുദൈബിയയിൽ വെച്ച് അവർ തടയപ്പെട്ടു. അവിടുന്നാണ് പിന്നെ സന്ധി എഴുതപ്പെടുന്നത്, എഴുതുന്നത്. ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾക്ക് പോലും ഇസ്ലാമിന്റെ ചരിത്രം അറിയില്ല, നമ്മൾ പഠിക്കണം. ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും മക്കയിലേക്ക് കടക്കാനാവാതെ മടങ്ങിപ്പോരേണ്ടി വന്നു. ഖുറൈശി മുശ്രിക്കുകളുമായി കരാർ എഴുതിയതാണ് ഹുദൈബിയ സന്ധി. ഇക്കൊല്ലം നിങ്ങൾ മക്കയിലേക്ക് കടക്കാൻ പാടില്ല, ഇക്കൊല്ലം ഉംറ ചെയ്യാതെ തിരിച്ചു പോവുക, എന്നിട്ട് അടുത്ത കൊല്ലം ഉംറക്ക് വേണ്ടി എല്ലാവരും മക്കയിലേക്ക് വരിക.
ആ തീരുമാനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്? സഹാബിമാരും അക്കൊല്ലം മക്കയിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടാതെ വന്നപ്പോ ഹുദൈബിയയിൽ വെച്ച് കരാർ എഴുതി മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. സ്വപ്നം അതിന്റെ മുമ്പേ കണ്ടിട്ടുമുണ്ട്. അപ്പോ കൊല്ലം അത് നടന്നില്ല. പിറ്റേ കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഈ സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ നിർഭയരായി ആരെയും പേടിക്കാനില്ലാതെ ഹറമിലേക്ക് അവർ പ്രവേശിക്കുന്നു. അവർ ഉംറ കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു. ഈ കണ്ട സ്വപ്നമത അതിന്റെ പിറ്റേ വർഷം പുലരുകയാണ്. അമ്പിയാക്കന്മാരുടെ സ്വപ്നത്തിൽ എന്തില്ല? കളവുണ്ടാവുകയില്ല, നടക്കാത്തൊരു സംഗതി അതിലുണ്ടാവുകയില്ല, 100% സത്യസന്ധമായിരിക്കും എന്ന് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹീന്റെ തുടക്കം തന്നെ എന്തായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടി തുടങ്ങിയത് തന്നെ സ്വപ്നത്തിലൂടെയായിരുന്നു എന്നാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ വഹീ അർ-റുഅയ സാദിഖത്തി ഫിൻ-നൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടിത്തുടങ്ങിയതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? സത്യസന്ധമായ സ്വപ്നം റസൂലുള്ള അങ്ങനെ കാണുക. രാത്രി കണ്ട സ്വപ്നങ്ങൾ പ്രഭാതം പുലരും പോലെ നേരം വെളുത്താൽ കൃത്യമായിട്ട് അതന്നെ സംഭവിക്കുക. ഈ നിലക്കായിരുന്നു ആദ്യം വഹീന്റെ തുടക്കം തന്നെ സ്വപ്നമായിരുന്നു. ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി കിട്ടുന്നതിന്റെ മുമ്പത്തെ കാര്യം പറയുന്നത്. അതിന്റെ മുന്നോടിയായി തന്നെ വഹീന്റേതായ സൂചനകൾ സ്വപ്നത്തിലൂടെ അങ്ങനെ വഹീ ആ നിലക്ക് ഇങ്ങനെ സ്വപ്നത്തിലൂടെ കാണുന്നു. പിറ്റേന്ന് അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ആദ്യകാല സൂചനകൾ എന്ന് വളരെ കൃത്യമായി തന്നെ ഹദീസുകളിൽ നിന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകന്മാർ കാണുന്ന ചില സ്വപ്നങ്ങൾക്കൊരു വ്യാഖ്യാനവും വേണ്ടി വരില്ല, ആ കണ്ടതുപോലെ തന്നെ സംഭവിക്കല. എന്നാൽ വേറെ ചിലതിനോ അവർ വ്യാഖ്യാനം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നത്തിന് അവിടുന്ന് ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ കാണാം, സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? ഞാനിങ്ങനെ കാണുകയാണ്, എൻ്റെ കയ്യിൽ സ്വർണത്തിന്റെ 2 വള. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഞാൻ സ്വപ്നത്തിൽ എന്നെ കാണുന്നു. എങ്ങനെ? എൻ്റെ കൈകളിൽ 2 സ്വർണത്തിന്റെ വളയുണ്ട്. എനിക്കത് വല്ലാത്തൊരു വിഷമം തോന്നി. എന്താ അപ്പത്? എൻ്റെ കയ്യിൽ സ്വർണവളയോ? അതെന്താ ഇന്ന് 2 സ്വർണത്തിന്റെ വള എൻ്റെ കയ്യിൽ എന്ന് കണ്ടപ്പോ എനിക്കതെങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് അതെന്നെ ഇങ്ങനെ ദുഃഖിപ്പിച്ചു. എനിക്കതൊരു ഹമ്മായി, എൻ്റെ മനസ്സിൽ അതങ്ങനെ ഒരു വിഷമമായി. അപ്പോൾ ഉറക്കിൽ തന്നെ, സ്വപ്നത്തിൽ തന്നെ എനിക്ക് വഹീ നൽകപ്പെട്ടുവെന്ന് അതിന്മേൽ ഊതാൻ, ആ 2 സ്വർണവളകൾക്ക് ഊതാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ 2 സ്വർണവളകളിലേക്കും ഊതിയപ്പോ ഫതാറ, ആ 2 സ്വർണവളയാണ് പാറി, അതങ്ങ് പാറിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇതാണ് സ്വപ്നം, ഇതാണ് ഞാൻ കണ്ട സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വ്യാഖ്യാനം പറയുകയാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ. ഫഅവ്വൽതുഹുമാ, ആ 2 സ്വർണവള ഏതാണെന്നറിയോ? കദ്ദാബൈനി യഖ്റുജാനി ബഅദി അഹദുഹുമാ അൽ-അനസി വൽ ആഖർ മുസൈലിമത്തുൽ കദ്ദാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ 2 സ്വർണവള എന്ന് പറയുന്നത് 2 കള്ളന്മാരാണ്. 2 കള്ളന്മാരാണ്. ആരാ അവര്? യഖ്റുജാനി ബഅദി, എനിക്ക് ശേഷം അവര് പുറത്തു വരും. ദജ്ജാലുകളാണ് അവർ, അഥവാ നബിത്വം വാദിച്ചുകൊണ്ട്, കള്ളപ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന 2 കള്ളന്മാരാണ് അവര്. ഒന്നാരാ? അസ്വദുൽ അനസി, മറ്റേത് മുസൈലിമ. അവർക്കിങ്ങനെ ലോകത്ത് വിജയം ഉണ്ടാവില്ല എന്നെനിക്ക് സ്വപ്നത്തിൽ തന്നെ അറിയിക്കപ്പെട്ടു. നബിമാരാണെന്ന് റസൂലുള്ളാഹിയുടെ കാലത്ത് തന്നെ വാദിച്ചവരാ അവർ അവസാന കാലത്ത്. പക്ഷെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല, അവർ കൊല്ലപ്പെട്ടു, പരാജയപ്പെട്ടു. ആരൊക്കെ? ഒന്ന് മുസൈലിമ, കള്ളപ്രവാചകൻ മുസൈലിമ. മറ്റൊന്ന് അസ്വദുൽ അനസി. അവരുടെ നാശം നബി സല്ലല്ലാഹു, അവരുടെ വരവും അവരുടെ നാശവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വപ്നത്തിലൂടെ തന്നെ ദർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അമ്പിയാക്കളുടെ സ്വപ്നമാണ് ഇത് പറഞ്ഞതെങ്കിൽ, ഇനി മുഅ്മിനീങ്ങളായ നല്ല ഈമാനുള്ള ആളുകൾ, പടച്ചവനെ പേടിയുള്ള, ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഹറാമുകൾ ജീവിതത്തിൽ ചെയ്യാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ലവരായ ആളുകളുടെ സ്വപ്നങ്ങളിൽ അധികവും എന്തായിരിക്കും? സത്യസന്ധമായിരിക്കും. വളരെ അപൂർവമായിട്ട് എന്തുണ്ടാകും? പേക്കിനാവുകൾ മുഅ്മിനീങ്ങളുടെ ഇതിലുണ്ടാവും. അമ്പിയാക്കളുടെ ഇതിലത് തീരെ ഉണ്ടാവില്ല. മുഅ്മിനീങ്ങളുടേതിൽ അധികവും സത്യസന്ധമായ സ്വപ്നങ്ങളായിരിക്കും.
എന്നാൽ അതിലും എന്തുണ്ടാകും? വ്യർത്ഥമായവയും അവയുടെ കൂട്ടത്തിൽ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹുവിനോട് സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള ആളുകൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിന്റെ അടുപ്പം സിദ്ധിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കൾ, റബ്ബിനോട് അടുപ്പമുള്ള ആളുകൾ, അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർ ദുഃഖിക്കില്ല. അവരാരാണ്? നല്ല ഈമാനും നല്ല തഖ്വയുമുള്ള മനുഷ്യന്മാരാണ് ഔലിയാ. നല്ല ഈമാനും നല്ല പടച്ചവനെ പേടിയുള്ള ആളുകളാണ് ആര്? ഔലിയാ, വലിയ. എന്നിട്ട് അവരെ കുറിച്ച് അല്ലാഹു പറയാണ്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അവർക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും ബുശ്റയുണ്ട്. എന്താ ബുശ്റ? സന്തോഷ വാർത്ത. ഈ ലോകത്തും അവർക്ക് സന്തോഷ വാർത്ത കിട്ടിക്കൊണ്ടിരിക്കും, പരലോകത്തും അവർക്ക് സന്തോഷ വാർത്ത കിട്ടും. ആർക്ക്? അള്ളാഹുവിനോട് അടുപ്പം കിട്ടിയിട്ടുള്ള മഹാന്മാർക്ക്. ഇവിടെ ദുന്യാവിൽ വെച്ച് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തകൾ ഏതാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിടത്ത്, ഹിയ റുഅ്യ സാലിഹ യറാഹ റജുലുൽ മുസ്ലിം. മുസ്ലിമായ മനുഷ്യൻ കാണുന്ന നല്ല നല്ല സ്വപ്നങ്ങളാണ് ഈ ലോകത്ത് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തകൾ. അവന്റെ മനസ്സിന് നല്ല ആശ്വാസം കൊടുക്കുന്ന, അവന്റെ മനസ്സിന് സന്തോഷം പകരുന്ന നിലക്കുള്ള സ്വപ്നങ്ങൾ അവനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് അള്ളാഹു അവനെ അനുഗ്രഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഈ ദുന്യാവിൽ വെച്ച് തന്നെ അവൻ എന്തു കൊടുക്കുകയാണ്? സന്തോഷ വാർത്ത നൽകുകയാണ്. ആ നിലക്ക് മുഅ്മിനീങ്ങൾ കാണും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. നുബുവത്തിന്റെ ശേഷം ഇനി ബാക്കിയാവുക സുവിശേഷങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൂടി ഈ ലോകത്തേക്ക് ഇനി വഹി വരാനില്ല. എന്നാൽ ഇനി ഇവിടെ ബാക്കിയാകുന്ന ചില സന്തോഷ വാർത്തകൾ വരും. ആ സന്തോഷ വാർത്തകൾ എന്താണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, അർറുയ സ്വാലിഹത്തു യറാഹൽ മുസ്ലിം. മുസ്ലിം കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല നല്ല സ്വപ്നങ്ങൾ. അതൊരു നുബുവത്തിന്റെ 46 ഒരു അംശമാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നബിയായിട്ട് ഇവിടെ ആരും വഹി വരാനില്ല. എന്നാൽ ചില സന്തോഷ വാർത്തകൾ എന്ന നിലക്ക് മുഅ്മിനീങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. അത് അവർക്ക് അള്ളാഹു ഇങ്ങനെ അറിയിച്ചു കൊടുക്കുന്ന നല്ല നല്ല വാർത്തകളായിരിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾ കാണുന്നതിലും മുഅ്മിനിനെ ദുഃഖിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ കാണിച്ചു കൊടുക്കുന്ന പേക്കിനാവ് ഉണ്ടാകും. മുഅ്മിനീങ്ങൾ കാണുന്നതിലും എന്തുണ്ടാകും? ചില പേടിപ്പിക്കുന്ന ഒരർത്ഥവുമില്ലാത്ത സ്വപ്നങ്ങളും ഉണ്ടായേക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു ഗ്രാമീണനായ സഹാബി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റഅയ്തു ഫിൽ മനാം, ഞാനിതാ സ്വപ്നത്തിൽ കണ്ടു. എന്ത്? കഅന്ന റഅസി ദുരിബ, എന്റെ കഴുത്തങ്ങ് മുറിക്കപ്പെട്ടു. സ്വപ്നം അദ്ദേഹം കാണാൻ, എന്റെ കഴുത്ത് വെട്ടിയിട്ട് തലയങ്ങ് ഉരുണ്ട് പോണു പോകുന്നു. ആ തലന്റെ പിന്നാലെ ഞാൻ ഓടുന്നു. ആണ് സ്വപ്നം. എന്റെ തല മുറിക്കപ്പെട്ടു, കഴുത്തിന്റെ പിന്നാലെ അതിങ്ങനെ നിലത്തുകൂടെ ഉരുളാണ്, ഞാനതിന് പിന്നാലെ ഓടുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തുഹദ്ദിസിന്നാസ്, നീ ജനങ്ങളോട് ഇതൊന്നും പറയരുത്. ബിതലഉബി ശൈത്താനി ബിക ഫീ മനാമിക, നിന്റെ ഉറക്കിൽ ശൈത്താൻ നിന്നെ കൊണ്ട് കളിക്കുന്ന ഇജാതി കളിയെ പറ്റിയൊന്നും നീ ആരോടും പറയാൻ പോകണ്ട. ഇത് അങ്ങനെയൊക്കെ കണ്ടാൽ ആരോടും പറയണ്ട. ഒക്കെ ശൈത്താൻ നമ്മൾ ദുഃഖിപ്പിക്കാൻ, വേദനിപ്പിക്കാനും ബേജാറാക്കാനും വേണ്ടി പലതും കാണിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ബേജാറാവണ്ട എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാണ് ശ്രമിക്കേണ്ടത്? നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ സത്യസന്ധമായി തീരാൻ നമ്മൾ പണിയെടുക്കണം. അതെങ്ങനെയാ? നമ്മൾ കാണുന്ന സ്വപ്നം സത്യസന്ധമായി തീരാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില ശ്രമങ്ങൾ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യനാൾ വരുന്തോറും മനുഷ്യന്മാർ കാണുന്ന സ്വപ്നങ്ങൾ അധികവും കളവായിരിക്കും. എന്നാൽ അതിന്റെ അവസാനം അവിടുന്ന് ഒരു കാര്യം പറഞ്ഞു, അത് ഞാനും നിങ്ങളും മറന്നു പോകരുത്. അവിടുന്ന് പറഞ്ഞു, വഅസ്ദഖുഹും റുഅ്യാ അസ്ദഖുഹും ഹദീസാ, ആ കാലഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സത്യസന്ധമായ സ്വപ്നം കാണുന്നവരാരായിരിക്കുമെന്നോ? അസ്ദഖുഹും ഹദീസാ, ജീവിതത്തിൽ നല്ല സത്യസന്ധത പുലർത്തുന്നവര്, നല്ല സത്യസന്ധമായി വർത്താനം പറയുന്ന,
സത്യസന്ധത വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകള് കാണുന്ന സ്വപ്നങ്ങളൊക്കെ സത്യസന്ധമായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ മെച്ചം വരുത്തണം എന്നാ പറയുന്നത്, ജീവിതം നന്നാക്കണം എന്നാ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, വമൻ അറാദ അൻ, ആർക്കെങ്കിലും അവൻ കാണുന്ന സ്വപ്നങ്ങൾ സത്യമായി പുലരണമെന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയതഹറ സിദ്ഖ, അവൻ ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കട്ടെ. ജീവിതത്തിൽ ഒരു സത്യസന്ധതയില്ല. വഅഖിലിൽ ഹലാൽ, ഹലാൽ ഭക്ഷിക്കുകയും ചെയ്യട്ടെ. ജീവിതം നല്ല സത്യസന്ധന്മാരുടെ ജീവിതം ജീവിക്കണം. നുണ പറയരുത്, വഞ്ചന നടത്തരുത്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയരുത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ പൈസ സമ്പാദിക്കരുത്, അതിലൂടെ തീറ്റരുത്, തിന്നരുത്. ഹലാല് ഭക്ഷിക്കണം, ഹലാല് നേടണം, സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിക്കണം. വൽ മുഹാഫളതി അലൽ അവാമിരി വൻ നവാഹി, അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളെ മാനിക്കണം, അല്ലാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. വൽ യനമ്മല ത്വഹാറത്തിൻ കാമില, സമ്പൂർണമായ ഉളുവോടെ അവൻ ഉറങ്ങാനും ശ്രദ്ധിക്കണം. കണ്ടോ, ജീവിതം മുഴുവൻ സത്യസന്ധത നിലനിർത്തണം. നുണ പറയരുത്, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഹലാലല്ലാത്തത് തിന്നരുത്, ഹറാമിലൂടെ ജീവിക്കരുത്, അള്ളാന്റെ കൽപ്പനകളെ മാനിക്കണം, വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, ഉറങ്ങുമ്പോ നല്ല ഉളുവെടുത്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. മാത്രമല്ല എപ്പോഴും അള്ളാഹുവിനെ ഓർക്കാൻ അവൻ ശ്രദ്ധിക്കണം. കണ്ണടയും വരെ, ഉറക്കം പിടികൂടുന്നത് വരെ അവൻ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ മര്യാദകളൊക്കെ പാലിച്ചാൽ അവന്റെ സ്വപ്നങ്ങൾ സത്യസന്ധമായിരിക്കും. മാത്രമല്ല രാവേറെ ചെന്ന് രാവിന്റെ അന്ത്യയാമങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങളാവുക. കാരണം അത് അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അവൻ ഇറങ്ങുന്ന നേരമാണ്. അവന്റെ കാരുണ്യം ജനങ്ങളോട്, അവന്റെ പാപമോചനവുമൊക്കെ അവൻ ഓഫർ ചെയ്തിട്ടുള്ള നേരമാണ്. അതുകൊണ്ട് തന്നെ രാവിന്റെ അന്ത്യയാമങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളായിരിക്കും മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തിന് വകയുണ്ടാകുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായി മാറുന്നത്. അതിൻ്റെയൊക്കെ പുറമെ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. ഉളെടുത്ത് ഉറങ്ങണമെന്ന് പഠിച്ചാലും ഉളെടുക്കാതെ നമ്മുടെ സമൂഹം ഉറങ്ങുള്ളൂ. ദിക്റ് ചൊല്ലണം എന്ന് എത്ര കേട്ടാലും നമ്മൾ മറ്റൊരു ചെവി തിരികിട്ടേ ഉറങ്ങുള്ളൂ, അല്ലേ? നമുക്കതൊന്നും വേണ്ട. പിന്നെ പേടിപ്പെടുത്തുന്ന കിനാവല്ലാതെ കാണുമോ? പിന്നെ അവന്റെ മനസ്സിൽ സ്വസ്ഥത ഉണ്ടാവുമോ? പിന്നെ അവന്റെ മനസ്സിന് ശാന്തിയുണ്ടോ? ഹറാമിലൂടെ ആ ജീവിതം കാണുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും മുഴുവൻ ഹറാമ്, സമ്പാദിക്കുന്നത് ഹറാമിലൂടെ. പിന്നെ അവന്റെ സ്വപ്നം മാത്രം ഇങ്ങനെ സത്യസന്ധാവുക എങ്ങനെ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ സത്യസന്ധമായി മാറണോ? അസ്ദഖുഹും ഹദീസ, ജീവിതത്തിലും സംസാരത്തിലുമൊക്കെ സത്യസന്ധത പുലർത്താൻ നോക്കണം. അതിന്റെ വിവരണമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ സ്വപ്നം സത്യസന്ധമായി മാറാൻ നമ്മുടെ ജീവിതത്തിൽ അടിമുടി ഒരു മാറ്റത്തിന് നമ്മൾ വിധേയരാവണം. പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ വേണം. അസ്ദഖുഹും ഹദീസ, അവരുടെ വർത്തമാനം സത്യസന്ധമാണ്, ജീവിതം മുഴുവനും സത്യസന്ധമാണ് എങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സുവിശേഷങ്ങളായിരിക്കും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മുഅ്മിനീങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളെ, കാഫിറുകളും കാണുന്ന ചില സ്വപ്നങ്ങൾ സത്യസന്ധമായിട്ട് പുലരും. കാഫിരീങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളും എന്താകും? സത്യസന്ധാവും. അതിൽ ബഹുഭൂരിഭാഗവും വ്യർത്ഥമായിരിക്കും. മുഅ്മിനിന്റെ നേരെ എതിര്. മുഅ്മിനിനെ പറ്റി എന്താ നമ്മൾ പറഞ്ഞത്? അവൻ കാണുന്ന സ്വപ്നങ്ങളിൽ ഭൂരിപക്ഷവും എന്തായിരിക്കും? സത്യസന്ധമായിരിക്കും. വല്ലപ്പോഴും എന്തുണ്ടാകും? ശൈത്താന്റെ കളി ഉണ്ടാകും. അതേ അവസരത്തിൽ കാഫിറിന്റെയും തമ്മാടിയുടെയും ഒക്കെ അവൻ കാണുന്ന സ്വപ്നങ്ങളിൽ ഭൂരിഭാഗവും പൈശാചികമായിരിക്കും, വെറും പേക്കിനാവുകളായിരിക്കും. അതേ അവസരത്തിൽ അവൻ കാണുന്നതിലും ഉണ്ടാകും പുലരുന്ന സത്യസന്ധമായ സ്വപ്നങ്ങൾ. പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് തെളിവല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ട നേരത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ സഹതടവുകാരായിട്ട് ജയിലിലുണ്ടായിരുന്ന രണ്ടാളുകൾ ഒരു സ്വപ്നം കണ്ടു. ഒരു മുഅ്മിനീങ്ങളായിരുന്നില്ല, മുസ്ലിമീങ്ങളായിരുന്നില്ല. അവര് കണ്ട സ്വപ്നം എന്താ? ജയിലിൽ കഴിയുന്ന അവരെന്താ സ്വപ്നം കണ്ടത്? അവര് പറഞ്ഞു, അവരിൽ ഒരാൾ കണ്ട സ്വപ്നം യൂസുഫ് നബിയോട് പറയാണ് ജയിലിന്ന്, ഇന്നി അറാനി അഅ്സിറു ഖംറാ, കള്ള് പിഴിയുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുന്നത്. കള്ളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നത്. മറ്റേയാളോ
മറ്റേയാൾ പറഞ്ഞു ഇന്നി അറാനി അഹ്മിലു ഫൗഖ റഅസി ഖുബ്സ, ഞാൻ എന്റെ തലയിൽ ഇങ്ങനെ ഒരു റൊട്ടിക്കൊട്ട ഏറ്റി ഇങ്ങനെ നിൽക്കുന്നു. തഅകുലു ത്വയ്റു മിൻഹു, പക്ഷി വന്നിട്ട് എന്റെ തലയിലെ റൊട്ടിക്കൊട്ടയിൽ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുന്നു. രണ്ടാമത്തെ ആളെ സ്വപ്നരായി. യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് വ്യാഖ്യാനം ആവശ്യപ്പെട്ടു സഹ തടവുകാര്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. ജയിലിലെ എന്റെ കൂട്ടുകാരെ, യാ സാഹിബൈ സിജ്ൻ അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ വഅമ്മാ الآخر فيصلب فتأكل الطير من رأسه قضي الأمر الذي فيه تستفتيان. എന്റെ ജയിലിലുള്ള സഹതടവുകാരെ, നിങ്ങളിൽ ഒരാള് തന്റെ യജമാനനെ കള്ളു കുടിപ്പിക്കും. നിങ്ങളിൽ ഒരാൾക്ക് ഇവിടുന്ന് പോയാൽ, ജയിലിൽ നിന്ന് പോയാൽ എന്തായിരിക്കും പണി? യജമാനന് കള്ളു വിളമ്പി കൊടുക്കലായിരിക്കും. അയാൾക്ക് ആശ്വാസമായി, വേറെ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ ആളോ തലയിൽ ഇങ്ങനെ റൊട്ടിക്കൊട്ടയേറ്റിയിട്ട് റൊട്ടി തലയിൽ ചുമന്നു നിൽക്കുന്നു, പക്ഷി വന്ന് കൊത്തി തിന്നുന്നു എന്ന് പറഞ്ഞില്ലേ? അയാളുടെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താൽ എന്താ? ഫയുസ്ലബോ, അയാൾ ക്രൂശിക്കപ്പെടും. കൊന്നിട്ട് അയാളെ കുരിശിൽ കയറ്റും. കുരിശിൽ കയറ്റിയിട്ട് ഫതഅകുലു ത്വയ്റു മിൻ റഅസിഹി, അയാളുടെ ബോഡിയുടെ ഡെഡ് ബോഡിയുടെ തല പക്ഷി വന്നിട്ട് ഇങ്ങനെ കൊത്തി തിന്നും. ഇതാണ് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തത്. അമ്പിയാക്കൾ പറയുന്ന വ്യാഖ്യാനം 100% സത്യസന്ധ. അപ്പൊ ഇവരുടെ കാര്യത്തിൽ അത് സത്യസന്ധമായിട്ട് പുലരാണ്. കണ്ടത് മുഅ്മിനീങ്ങളൊന്നുമല്ല, കാഫറുകൾ കാണുന്നതിലും പുലരുന്ന പേക്കിനാവുകളല്ലാത്ത സ്വപ്നങ്ങൾ ഉണ്ടാകും. ഇനിയും നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ തന്നെ വരുന്ന മറ്റൊരു സ്വപ്നം. രാജാവാണ് സ്വപ്നം കാണുന്നത്. ഈജിപ്തിലെ രാജാവ് സ്വപ്നം കാണുകയാണ്. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات. എന്താണ് രാജാവ് സ്വപ്നം കാണുന്നത്? രാജാവ് കണ്ട സ്വപ്നം 7 തടിച്ചു കൊഴുത്ത പശുക്കൾ, ആ പശുക്കളെ 7 മെലിഞ്ഞ പശുക്കൾ തിന്നാണ്. 7 മെലിഞ്ഞ പശുക്കൾ 7 തടിച്ചു കൊഴുത്ത പശുക്കളെ എന്ത് ചെയ്യാണ്? തിന്നാണ്. പിന്നെ 7 പച്ച നിറത്തിലുള്ള നല്ല കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും. ഇതാണ് സ്വപ്നം. എന്താ അതിൻ്റെയൊക്കെ വ്യാഖ്യാനം? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫളില് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകനാണ്. അദ്ദേഹം അതിന് വ്യാഖ്യാനാണ് പറഞ്ഞു കൊടുത്തു. അതെന്താ? തസറഊന 7 സിനീന ദഅബ, തുടർച്ചയായി 7 കൊല്ലം നിങ്ങൾ കൃഷി ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് കൊയ്ത് കിട്ടുന്ന വിളവുകള് നിങ്ങൾ ഭക്ഷിക്കാൻ ആവശ്യത്തിന് എടുക്കുന്നതല്ലാത്തതൊക്കെ കതിരിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് 7 കൊല്ലം കൃഷി ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുന്ന ആ സ്വത്ത് മുഴുവനും തിന്നുപോകുന്ന 7 കഠിനമായ ക്ഷാമവർഷം പിന്നീട് വരാനുണ്ട്. അപ്പൊ 7 മെലിഞ്ഞ പശു എന്ന് പറഞ്ഞാൽ 7 ക്ഷാമവർഷമാണ്. 7 തടിച്ച കൊഴുത്ത പശുക്കളെ അത് തിന്നുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 7 കൊല്ലം ഉണ്ടാക്കുന്ന കതിരും ഭക്ഷണമൊക്കെ ഈ പിന്നീട് വരാൻ പോകുന്ന 7 കൊല്ലം നിങ്ങൾക്കത് തികയൂല, അത് തിന്നുകളയും. അപ്പൊ 7 കൊല്ലം എന്താണ്, 7 തടിച്ച പശു എന്താണ്, 7 മെലിഞ്ഞ പശു എന്താണ് എന്നൊക്കെ പറയാൻ. പിന്നീട് നിങ്ങൾക്കൊരു കൊല്ലം വരും, ആ കൊല്ലത്തിൽ നിങ്ങൾക്ക് നല്ല മഴ കിട്ടും, സമൃദ്ധമായി നിങ്ങൾക്ക് വിളവുകളൊക്കെ ഉണ്ടാകും. അതാണ് സുമ്മ യഅ്തി മിൻ ബഅദി ദാലിക ആമുൻ ഫീഹി യുഗാസുൻ നാസ് വഫീഹി യഅ്സിറൂൻ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഇവിടെ സഹോദരന്മാരെ, ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതൊക്കെ നിങ്ങൾ സൂറത്ത് യൂസുഫിൽ നിന്ന് പഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനിതിവിടെ ഉദ്ധരിക്കുന്നത് കാഫിറുകൾ കാണുന്നതിലും പേക്കിനാവല്ലാത്ത യാഥാർത്ഥ്യമായി പുലരുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകും. അതിനുദാഹരണമായിട്ടാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞത്. ഇനി സഹോദരന്മാരെ, വ്യാഖ്യാനങ്ങള് നബിമാര് നൽകുന്നത് സത്യസമ്പൂർണ്ണമായിരിക്കും. ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു പ്രവാചകനോട് പോയിട്ട് പറഞ്ഞാൽ ആ പ്രവാചകൻ അതിന് വ്യാഖ്യാനം നൽകുന്നുണ്ടെങ്കിൽ അത് 100% എന്തായിരിക്കും? സത്യമായിരിക്കും. മറ്റുള്ളവർ വ്യാഖ്യാനം പറയാൻ പോകാതിരിക്കലാ നല്ലത്. ഇനി അഥവാ വ്യാഖ്യാനം പറഞ്ഞാൽ തന്നെ സാധ്യതകൾ മാത്രമേ അയാൾക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവാം എന്നൊക്കെ പറയാനല്ലാതെ സാധ്യതകളെ പറയാൻ പറ്റുള്ളൂ. മാർക്കറ്റിലൊക്കെ ഇന്നും വാങ്ങാൻ കിട്ടും ഇബ്നു സീരീൻ സ്വപ്ന വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. പല ആളുകളും അത് വായിച്ചിട്ട് പിരാന്തന്മാരാകുന്നുണ്ട്. ഇബ്നു സീരീൻ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ വായിക്കണം. ഇന്ന സ്വപ്നം കണ്ടാൽ ഇന്ന വ്യാഖ്യാനം, ഇന്നത് കണ്ടാൽ ഇന്ന വ്യാഖ്യാനം, ഇന്നത് കണ്ടാൽ ഇന്ന വ്യാഖ്യാനം. എന്നിട്ട് അവൻ കണ്ട സ്വപ്നം പുസ്തകം എടുത്ത് മറിച്ചു വെക്കുക. ഞാൻ കണ്ടതിന്റെ വ്യാഖ്യാനം എന്താ? പിരാന്തനാകും. പിന്നെ വേറോടൊക്കെ പോകണോ?
ഇങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇത് ആർക്കത് കഴിയാ? ഒരാൾക്ക് ഇങ്ങനെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഇപ്പൊ ഒരാൾ കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താൽ അതെന്നെ ആയിക്കൊള്ളണം എന്നില്ല. നാളെ ഞാൻ അതേ സ്വപ്നം കണ്ടാൽ എന്റെ കണക്കിൽ അത് ആയിക്കൊള്ളണം എന്നില്ല, അതിന് വേറെ വ്യാഖ്യാനായിരിക്കും. അതുകൊണ്ട് തന്നെ പണ്ടാരോ ഒരു സ്വപ്നം കണ്ടു, പിറ്റേന്ന് അത് പുലർന്നു, അത് എഴുതി വെച്ചു, എന്നാ പിന്നെ ഞാനും ആ സ്വപ്നം കണ്ട അങ്ങനെ തന്നെ വിചാരിച്ച ആരും സന്തോഷിക്കും വേണ്ട, ദുഃഖിക്കും വേണ്ട. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം പറയാൻ ഒരാൾക്കും കഴിയൂല. മറിച്ച് അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന നല്ല വഹിയുള്ളവരാണ്. അവരത് പറയുമ്പോൾ 100% സത്യമായിരിക്കും. അല്ലാത്തവരോട് നമ്മൾ ഈ സ്വപ്നം കണ്ട ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പോകണ്ട, അത് ഞാൻ ശേഷം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇനി അഥവാ ആരോടെങ്കിലും പറഞ്ഞാൽ എന്താ ഇസ്ലാമിന്റെ നിയമം? ഇങ്ങനെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞിരുന്നതിൽ പ്രാവീണ്യം നേടിയിരുന്ന ഇബ്നു സീരീൻ റഹിമഹുല്ല പോലും അദ്ദേഹത്തോട് ആരെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഫലാ യുജീബു ഫീഹാ ബിശൈഇൻ ഇല്ലാ അൻ യഖൂല, ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടു എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ലയോട് വന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ മറുപടി എന്താ തുടങ്ങാറുള്ളത്? ഇത്തഖില്ല, നീ അള്ളാനെ സൂക്ഷിക്ക്. ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ടതല്ല, അള്ളാനെ സൂക്ഷിക്ക്. വഅഹ്സിൻ ഫിൽ യഖ്ള, ഉണർച്ചയിൽ നല്ലവനായി ജീവിക്ക്. കേട്ടോ, അദ്ദേഹത്തിന്റെ ഉപദേശം നോക്ക്. നല്ല മുത്തഖിയായിട്ട് ജീവിച്ചോ, ഉണർച്ചയിൽ നല്ല ജീവിതം ജീവിച്ചോ. എന്നാലോ അതിന്റെ ഫലം ഉറക്കിൽ നീ കാണുന്ന സ്വപ്നത്തിൽ ഉണ്ടാകും. നല്ല ജീവിതം ജീവിച്ചോ, എന്നാ പിന്നെ നിനക്ക് ബേജാറുള്ള സ്വപ്നമൊന്നും ഉണ്ടാവില്ല. അതാണ് എനിക്ക് നിന്നോട് ആദ്യം പറയാനുള്ളത്. ഫഇന്നഹു ലാ യദുറുക മാ റഅയ്ത ഫിൻ നൗമി, പിന്നെ നീ സ്വപ്നത്തിൽ കാണുന്നതൊന്നും നിന്നെ ബുദ്ധിമുട്ടിക്കൂല. എന്നിട്ട് അദ്ദേഹം ഉത്തരം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഒരു വ്യാഖ്യാനം പറഞ്ഞു കൊടുത്താൽ തന്നെയും അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കും, ഇന്നമാ ഉജീബുഹു ബില്ലന്നി, ഞാനിത് ഊഹം വെച്ച് പറയട്ടോ, ഞാനിത് ഊഹിച്ചു പറയുന്നതാണ്. വല്ലന്നു യുഖ്തിഉ വയുസീബു, ഊഹം ശരിയാവാം തെറ്റാവാം. ഞാൻ പറയുന്നത് 100% സത്യമാണ് വിചാരിച്ച് സന്തോഷിക്കും പേടിക്കൊന്നും വേണ്ട. ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല ജീവിതം നന്നായിട്ട് സത്യസന്ധമായി നല്ല മോനായി മോളായി ജീവിക്ക്, എന്നാ പിന്നെ ബേജാറുള്ള സ്വപ്നമൊന്നും കാണൂല. അതിന് പരിഹാരം അതേയുള്ളൂ എന്നായിരുന്നു അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ അടുക്കൽ ഇങ്ങനെ സ്വപ്നവ്യാഖ്യാനം ആവശ്യപ്പെട്ട ആര് വന്നാലും അദ്ദേഹം അതായിരുന്നു ഉപദേശിച്ചു വിട്ടിരുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ നേരും നെറികേടും ഒക്കെ ആയിട്ട് സംഭവിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന് സ്വപ്നത്തിൽ അമ്പിയാക്കളുടെ സ്വപ്നം ഞാൻ വിശദീകരിച്ചു. അമ്പിയാക്കളുടെ സ്വപ്നം മാത്രമാണ് സത്യസന്ധം. അത് ഇസ്ലാമിലെ പ്രമാണമാണ്. അമ്പിയാക്കൾ അല്ലാത്ത ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഇസ്ലാമിൽ വല്ല തെളിവുമാണോ? ഒരു തെളിവുമല്ല. ആരെങ്കിലും സ്വപ്നം കണ്ടിട്ട് പറയണ ഞാൻ ഇന്നലെ അങ്ങനെ സ്വപ്നം കണ്ടു, റസൂലുള്ളാഹിനെ തന്നെ സ്വപ്നം കണ്ടു, അങ്ങനെ റസൂലുള്ള എന്നോട് വന്നിട്ട് പറഞ്ഞു നാളെ നീ സുബഹിക്ക് നീറ്റ് 3 റക്അത്ത് നിസ്കരിക്കണം. ആ നാളെ അയാൾക്ക് 3 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി അങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് കൽപ്പിക്കോ? അള്ളാഹിന്റെ റസൂലിനെ വന്നിട്ട് ഇനി നല്ലൊരു സാലിഹായ ഒരു മനുഷ്യനോടാ, അയാൾ അള്ളാഹിന്റെ റസൂലിനെ തന്നെ സ്വപ്നത്തിൽ കണ്ടു എന്ന് വിചാരിച്ചോളൂ, റസൂൽ തന്നെയാണ്. അയാളോട് പറഞ്ഞു എന്ത്, ഇപ്പൊ ഇന്ന് ഷഅബാൻ 29, ഇന്ന് ഷഅബാൻ 29 കൂട്ടിക്കോളൂ, ഞാനൊരു സങ്കല്പം പറയുന്നു. അപ്പൊ അയാളോട് ഷഅബാൻ 29 അയാൾ ഉറങ്ങുമ്പോ മാസം കാണേണ്ട കാര്യമൊന്നുമില്ല, നാളെ റമദാൻ 1 എന്ന് അള്ളാഹിന്റെ റസൂൽ അയാളോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ നാളെ അയാൾ ഏറ്റവും സ്വാലിഹായ ഒരു മനുഷ്യനാണെങ്കിൽ നാളെ അയാൾക്ക് റമദാൻ 1 പറ്റുമോ? പറ്റൂല. സ്വപ്നം ഒരു കാര്യത്തിന് തെളിവല്ല. സ്വപ്നം ആര് കണ്ടാലും അമ്പിയാക്കളുടേതല്ലാത്ത സ്വപ്നങ്ങൾക്കൊന്നും ഇസ്ലാമിൽ ഒരു മൂല്യവും ഒരു പ്രാമാണികതയും ഇല്ല. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് എന്തിനാണ് മനസ്സിലാക്കുന്നതെന്നറിയോ? പിഴച്ച കക്ഷികളൊക്കെ സ്വപ്നത്തിന്റെ മേലെ അധീനം കൊണ്ട് കിടക്കുന്നത്. പിഴച്ചുപോയ സർവ്വ കക്ഷികളും ഉറങ്ങാ സ്വപ്നം കാണും. ചില ചങ്ങായിമാരുണ്ട് സ്വപ്ന ജീവികളാ. അവർ ഉറങ്ങരുതേ എന്ന് വിചാരിച്ച് വേറെ ചിലർ പാട്ടയും വെള്ളം കൊണ്ട് ഇങ്ങനെ കാത്തുത്തിരിക്കുക. കാരണം ഉറങ്ങിയ സ്വപ്നം കാണും. കണ്ട അള്ളാന്റെ റസൂലിനെയാണ് മിനിമം കാണുക, അതിന്റെ അപ്പുറത്ത് അബൂബക്കറും ഉണ്ടാവും. ഇവർ രണ്ടാളും അല്ലാത്തൊരു സ്വപ്നം ഇവർ കാണൂല. അള്ളാന്റെ റസൂല് പറയുന്നു മർക്കസിലേക്ക് പോയിക്കോ, അവിടെ പോയിരുന്നോ, മദീനത്തേക്കാണ് പുണ്യം മർക്കസിലേക്ക് പോകാനൊക്കെ റസൂലുള്ള പറയാണ്. റസൂലുള്ള സ്വപ്നത്തിൽ പറയുന്നു എന്ത്, അബൂബക്കർ ബുഖാരി ദർസ് നടത്തുന്ന മർക്കസ് ഉണ്ട്, അവിടെ പോയിട്ട് ദ്വാരന്നാ മദീന. എവിടുന്നാ പറയണ്? മദീനത്തുനിന്ന്. ഹറമിലത്തേക്കാണ് പുണ്യം മർക്കസിൽക്കാണ്. അതുമാതിരി ഇങ്ങോട്ട് വാ കുണ്ടൂര്, നിങ്ങളെന്താ അവിടെ നിൽക്കണ്? കുണ്ടൂർ ഔലിയ എന്ന് പറയുന്ന ആളെ വിളിച്ചിട്ട് പറയാണ് ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങനെ അവിടെ ഇങ്ങനെ തിരക്കായത് കൊണ്ടാ നബി നിങ്ങളെ അടുത്തേക്കാണ്ട് വരാത്തത്. ആരൊക്കെ ഇഷ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ടാവുമ്പോ ഇങ്ങോട്ട് പോന്നൂടെ, തിരക്കൊക്കെ ഒരു വിഷയാക്കണോ എന്ന് ചോദിച്ച് ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ അബൂബക്കർ ഇരിക്കണ്. അപ്പൊ ഒക്കെ അബൂബക്കറിനെയും അള്ളാന്റെ റസൂലിനെയും കണ്ടുകൊണ്ടുള്ള സ്വപ്നങ്ങളാണ്. അബൂബക്കർ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ വിശദീകരിക്കേണ്ടതില്ല.
അപ്പൊ ഈ രൂപത്തിലൊക്കെ സ്വപ്നജീവികളുണ്ട് ധാരാളം. ഇവർ അനങ്ങിയ സ്വപ്നം കാണുന്നു, അങ്ങനെ റസൂലുള്ള വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഷൈക്കാൻഡ് കൊടുക്കുന്നു, അവര് പലരെയും കാണുന്നു, അങ്ങനെ ധാരാളക്കണക്കിന് സ്വപ്നങ്ങൾ. അങ്ങനെ സൂഫികളുടെ കഥകൾ മുഴുവനും സ്വപ്നത്തിന്മേലാണ്. ഓരോ ഫളല്, ഓരോ ശ്രേഷ്ഠത പറയാൻ അവർ കണ്ട സ്വപ്നങ്ങൾ. സഹോദരന്മാരെ, ആരുടെ സ്വപ്നങ്ങളും പ്രവാചകന്മാരുടേതല്ലാത്ത ഒരാളുടെ സ്വപ്നത്തിനും ഇസ്ലാമിൽ ഒരു അംഗീകാരവും ഒരു പ്രാമാണികതയും ഇല്ല. അതേ അവസരത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു സഹാബി ഒരു സ്വപ്നം കണ്ടുവെങ്കിൽ ആ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയും അള്ളാന്റെ റസൂല് ആ സ്വപ്നത്തെ അംഗീകരിക്കുകയും ചെയ്താൽ അത് ഇസ്ലാമിലെ പ്രമാണമാണ്. ശരിക്കും മനസ്സിലാക്കണം. മൗലൈമാർക്ക് ഇവരല്ലാതെ ഓരോന്ന് പറയുന്നെങ്കിൽ നാളാരും പറയണ്ട. രണ്ടും മനസ്സിലാക്കണം. അതെന്താ? നബിമാരല്ലാത്തവരുടെ സ്വപ്നം ശരിയല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ബാങ്ക് കൊടുക്കുന്നത് എങ്ങനെയാ മൗലവി എന്നൊരു പക്ഷേ ആരും ചോദിക്കണ്ട. എന്താ കാരണം എന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ബാങ്കിന്റെ പദങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതാണ്. എന്ത്? നിസ്കാരത്തിന് സമയമായാൽ ജനങ്ങളെ അറിയിക്കാൻ എന്താണ് വേണ്ടത് എന്ന് നബിയും സഹാബത്തും ഒരിക്കലും ഇങ്ങനെ ചർച്ച ചെയ്തു. അപ്പൊ ചിലർ പറഞ്ഞു നമുക്ക് മണിയടിക്കാം. അവ പറഞ്ഞു അത് ക്രിസ്ത്യാനികളുടെ പരിപാടിയായി, നമുക്ക് പറ്റൂല, നിസ്കാരത്തിന്റെ സമയമായി. വേറെ ചിലർ പറഞ്ഞു ചെണ്ടമുട്ട, വേറെ ചിലർ പറഞ്ഞു തീ കത്തിക്ക, അപ്പൊ അത് കാണുന്നോടത്ത് ആൾക്കാർ വന്നോളൂ, നിസ്കാരത്തിന്റെ സമയമായി. അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞൊരു തീരുമാനമാകാതെ എല്ലാവരും പരീക്ക് കടന്നുറങ്ങാൻ പോയി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ കാണാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ ഇങ്ങനെ ഒരാളിങ്ങനെ ഒരു മണി കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ അടിക്കുന്ന ജറസ്, നാക്കൂസ് കൊണ്ട്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു അത് എനിക്ക് തരണോന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു. അല്ല ഞങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയമായ അറിയിക്കാനാണ് തോറും. അപ്പൊ ആ സ്വപ്നത്തിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു നിങ്ങൾക്ക് അതല്ല വേണ്ടത്, അതിനേക്കാൾ നല്ലൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിസ്കാരത്തിന്റെ സമയമായാൽ ബാങ്കിന്റെ പദങ്ങളാണ് പറഞ്ഞു കൊടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഇഖാമത്തിന്റെ പദങ്ങളുമാണ് പറഞ്ഞു കൊടുത്തത്. ഇത് കഴിഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് റസൂലുള്ളാഹിന്റെ ഒരിക്കൽ പിറ്റേന്ന് വന്നിട്ട് പറഞ്ഞു, നടന്ന സ്വപ്നങ്ങളൊക്കെയാണ് വിശദീകരിച്ചു കൊടുത്തു. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നാ അത് ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. ബിലാൽ കൊടുക്കട്ടെ, ഞാൻ കേട്ട പദങ്ങൾ അതേപോലെ ഇനി ബിലാൽ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വിളിച്ചു പറയട്ടെ. കാരണം നീയല്ല, ബിലാലാണ് നിന്നേക്കാൾ ഏറ്റവും നല്ല സൗണ്ട്, ശബ്ദമാധുരിയുള്ള ആള് ബിലാലാണ്. അതുകൊണ്ട് ഈ പാചകങ്ങൾ ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കുക റളിയല്ലാഹു അൻഹു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആദ്യമായിട്ട് ബാങ്കുലി ഇങ്ങനെ ആ പദങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. കേട്ടപാടെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് അള്ളാഹിന്റെ റസൂലിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇതേ പദങ്ങൾ ഇന്നലെ ഞാനും സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് സത്യസന്ധമായ സ്വപ്നമാകുന്നു. അങ്ങനെ അപ്പൊ നബിമാരല്ലാത്തവരുടെ സ്വപ്നവും ഇസ്ലാമിൽ അംഗീകരിച്ചില്ലേ? അത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുവാദവും അംഗീകാരവും കയ്യൊപ്പും അതിനുണ്ട്. അതല്ലാത്തവരുടെ സ്വപ്നത്തിന് പിൽക്കാലത്തൊരു തെളിവും ഇല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സൈദ് കണ്ട സ്വപ്നല്ലേ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു സ്വപ്നം കണ്ടിക്കണ്, നാളെ മുതൽക്ക് ഇനി ബാങ്കിൽ വേറെ ചില പദങ്ങൾ ഫിറ്റ് ചെയ്യുക, കുറച്ചുള്ളത് കുറക്കാനൊന്നും പറഞ്ഞിട്ട് ഒരാൾക്കും ഇതിലേക്ക് കടന്നു വരാൻ ഒരു നിർവൃത്തിയും നിർവാഹവും ഇല്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല സുഹൃത്തുക്കളെ, ഒരു സ്വപ്നം ഒരാൾ കാണാത്തൊരു സ്വപ്നം കണ്ടു എന്ന് പറയൽ വലിയ കുറ്റമാണ്. പലരും ഇന്ന് പലരുടെയും അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടി പൊള്ളു പറയുന്ന വിഷയമാണ് ഈ സ്വപ്നത്തിന്റെ മേഖല. ചില ആൾക്കാർക്ക് എനിക്കൊരാളെടുത്ത് വല്ല കാര്യം നേടാനുണ്ടെങ്കിൽ ഞാൻ അയാളെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇപ്പം ഇന്നലെ നിങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടാ വിളിക്കണേ, നിങ്ങളെടുത്ത് നമ്മൾ അത്രയൊരു ബന്ധം 1000 രൂപ കടം വേണ്ടിയിരുന്നു കേട്ടോ. എനിക്ക് ലക്ഷ്യമാണ്. പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പറയും, ഒന്ന് കൂടുതലൊന്ന് അടുക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി അടുപ്പം സിദ്ധിക്കാനൊക്കെ വേണ്ടി പലരും പലതും പറയും. വേറെ ചിലരുണ്ട്, അവര് വലിയ ദറജയിലെത്തി എന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹിനെ കണ്ടു, മറ്റാളെ കണ്ടു, മറിച്ചാരെ കണ്ടു, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുന്ന പരമരൂപത്തിലുള്ള അങ്ങേയറ്റത്തെ ഉന്നതമായ കളവുകൾ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെയൊക്കെ ശർറ് നീ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും അള്ളാഹു നേരിന്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനുള്ള തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗൗരവത്തോടുകൂടെയുള്ള അധ്യാപനം നിങ്ങൾ കേൾക്കൂ. മൻ കദബ ഫിർ റുയാ കുല്ലിഫ യൗമൽ ഖിയാമത്തി യഖദ ശഈറതൈൻ. 2 ഗോതമ്പ് മണികൾ കൊടുത്തിട്ട്
അത് കൂട്ടിക്കെട്ടുവാൻ വേണ്ടി അവനോട് നിർബന്ധിക്കപ്പെടും. എന്ത്? കാണാത്തത് കണ്ടു എന്ന് പറഞ്ഞവനോട് 2 അരിമണിയോ 2 ധാന്യമണിയോ കൂട്ടിക്കെട്ടാൻ പറ്റുമോ? സാധ്യമല്ലാത്തൊരു സംഗതിയല്ലേ. അതൊരു ശിക്ഷയാണ്. കഠോരമായ നിലക്ക് അവനൊരു ശിക്ഷ നൽകും. സ്വർഗത്തിന്റെ പരിമളം അത്തരക്കാരനുഭവിക്കൂല. കാണാത്തത് കണ്ടു എന്നൊക്കെ പറയും. ഭർത്താവിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഭാര്യ പറയും, ഭാര്യയെ സുഖിപ്പിക്കാൻ ഭർത്താവ് പറയും, ഉമ്മ സുഖിപ്പിക്കാന്ന് പറയും, പലരെ സുഖിപ്പിക്കാനും പലരും പറയും. കാണാത്തൊന്ന് പറയാനേ പാടില്ല. ഇന്ന ആഴമൽ ഫിരിയ, പെരുങ്കള്ളത്തിൽപ്പെട്ടതാണ്, വലിയ വ്യാജതയിൽപ്പെട്ടതാണ്, വ്യാജം പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണെന്ത്? ഒരാൾ താൻ കണ്ടിട്ടില്ലാത്തത് യഖൂലു, അവൻ പറയാ റഅയ്തു, ഞാൻ ഇങ്ങനെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയാ. വലം യറ ശൈആ, അവനൊന്നും കണ്ടിട്ടുമില്ല. എന്നിട്ട് കളവടിച്ചു വിടുന്ന ആളുകളുണ്ട്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കുറ്റമുള്ള സംഗതിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മനസ്സിലാക്കേണ്ടത്, സ്വപ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. എന്താ? നമ്മൾ സ്വപ്നം കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅ അഹദുകുമുർ റുഅ്യാ യുഹിബ്ബുഹാ ഫഇന്നഹാ മിനല്ലാഹ്, നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവൻ മനസ്സിലാക്കട്ടെ, അത് അള്ളാഹ് എനിക്ക് തന്നൊരു സന്തോഷ വാർത്തയാണ്. ആരോടും പറഞ്ഞടക്കണ്ട. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടോ, എന്നാൽ ഞാൻ മനസ്സമാധാനപ്പെടുക, ഇതെനിക്ക് അള്ളാഹ് കാണിച്ചു തന്നാണ്. എന്നിട്ട് ഫൽയഹ്മദില്ലാഹ അലൈഹാ, അതിന്റെ കാരണത്താൽ അവൻ അള്ളാഹുവിനെ സ്തുതി പറയട്ടെ. സ്വപ്നം കണ്ടു വളർന്ന അൽഹംദുലില്ലാഹ്, നല്ലൊരു സ്വപ്നം കണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നായിരിക്കും എന്ന് അവൻ സ്വന്തം മനസ്സിൽ ആശ്വസിച്ച് അള്ളാഹുവിന് സ്തുതി പറയാം. വൽ യുഹദ്ദിസ് ബിഹാ, അതവൻ പറയുകയും ചെയ്യട്ടെ. പക്ഷെ എല്ലാവരോടും പറയാൻ പാടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടെ പറയാവൂ, എല്ലാവരോടും പറയരുത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വപ്നം കണ്ടാൽ തന്നെയും അതെല്ലാവരോടും പറയാൻ പാടില്ല. ഏറ്റവും അടുപ്പുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരാളോട് വേണമെങ്കിൽ പറയാം, അത് പറഞ്ഞോളണമെന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. പറയുകയാണെങ്കിൽ ഏത് സ്വപ്നം? നമുക്ക് ഇഷ്ടപ്പെട്ട സ്വപ്നത്തിന്റെ കാര്യമാണ് പറയുന്നത്. എല്ലാവരോടും പറഞ്ഞുകൂടാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയോട് പറഞ്ഞില്ലേ, ബാപ്പ ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ബാപ്പ എന്താ പറഞ്ഞത്? ആ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോ ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദൂ ലക കൈദാ. മോനെ, ലാ തഖ്സുസ്, പറഞ്ഞു പോകരുത്, അലാ റുയാക, നീ കണ്ട ഈ സ്വപ്നം, അലാ ഇഖ്വതിക, ഇക്കാക്കമാരോടും അങ്ങനെ സഹോദരങ്ങളോട് പറഞ്ഞു പോകരുത്. അവര് നിനക്കെതിരെ കുതന്ത്രം മെനയും. പാപ്പന്റെ ഉപദേശമാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം കൊടുത്ത ഉപദേശമാണ്. മോനെ, എന്നോട് നീ ഏതായാലും പറഞ്ഞു, കുഴപ്പമില്ല, സഹോദരന്മാരോട് ഇക്കാക്കന്മാരോട് ഇത് പറയരുത്, അവര് നിനക്കെതിരിൽ കുതന്ത്രം മെനയും. കണ്ടോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം. അപ്പൊ ഇഷ്ടപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ച് പരിയിൽ എല്ലാവരോടും നീറ്റ് വിളിച്ചു പറയാൻ പോണ്ട. ഒരു സ്വപ്നം കണ്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ, ആരോടെങ്കിലും ഒന്ന് പറയാൻ മുട്ടുന്നുണ്ടോ, എന്നാൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് അത് പറഞ്ഞേക്ക്, അള്ളാഹുവിനെ നീ സ്തുതിച്ചേക്ക് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, പറയുമ്പോ നല്ല ബുദ്ധിയും തന്റെ ഇടവും നല്ല രൂപത്തിലുള്ള സാലിഹീങ്ങളായ ആളുകളോടും മാത്രമേ പറയാവൂ. കാരണം എന്താ അറിയോ? കാരണം ഈ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷിയുടെ കാലുമ്മൽ ഇങ്ങനെ നടക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷിയുടെ കാലിൽ എന്തോ ഇങ്ങനെ പോകുന്നത് പോലെ. അതിനെപ്പറ്റി സംസാരിച്ചാൽ അത് താഴേക്ക് വീഴും. മിണ്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആരോടും ഇതങ്ങനെ പറയണ്ടാണ്. നീ നല്ല ആലിമീങ്ങളോടും നല്ല മതഭക്തിയും ബോധമൊക്കെ ഉള്ള നിന്നോട് ഗുണം കാക്ഷിക്കുന്ന ആളോടൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പറയാം. നിന്നോട് അസൂയ വെക്കുന്ന, നിന്റെ വളർച്ചയിൽ താല്പര്യമില്ലാത്ത, നിനക്കെപ്പോഴും പാരപണിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടൊന്നും അങ്ങനത്തെ കാര്യങ്ങൾ മിണ്ടിപ്പോകരുത്. അങ്ങനെ പറയാനേ പാടില്ല, പറയാതിരിക്കുകയാണ് വേണ്ടത്. മഹാനായ ഖാളി അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരാകുമ്പോൾ ഹൈറായ വ്യാഖ്യാനാണ് അവർ ആവുന്നത്ര നിനക്ക് പറഞ്ഞുതരാ. നല്ലവരോട് പറഞ്ഞാലുള്ള ഗുണം അതാണ്. അവര് ഏറ്റവും ഹൈറായ നിലക്കേ നിന്നോട് അവര് മറുപടി പറയുള്ളൂ. മാത്രമല്ല, നിന്റെ മനസ്സിന് ആശ്വാസമുണ്ടാകുന്ന ഒരു മറുപടി ആയിരിക്കും അവരിൽ നിന്ന് പലപ്പോഴും
ഉണ്ടാവുക. പലപ്പോഴും അവരെന്ത് ചെയ്യും, അങ്ങനെ കയറി ചാടി പെട്ടെന്നൊരു മറുപടി അവർ പറയൂല. അവർക്ക് നല്ല ഉറപ്പ് തോന്നണ കാര്യങ്ങളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഊഹമാകാം, അവർ പറയുക തന്നെയുള്ളൂ. വല്ല സംശയവും ഉണ്ടെങ്കിൽ അവർ മൗനം പാലിക്കും. മറ്റുള്ളവരോട് പറഞ്ഞാലുള്ള കുഴപ്പം എന്താ അറിയോ, അവർ പറഞ്ഞതിനെ പേടിപ്പിക്കും. അതിൻ്റെ മരണം ഉറപ്പന്നെ, ഇജിപ്പോൾ നാളെന്തോ സംഭവിക്കാൻ പോകുന്നെ, ഇങ്ങനെ പറഞ്ഞ് ബേജാറാക്കി എൻ്റെ മനസ്സിനെ ടെൻഷനാക്കും. കൊണ്ട് ഒരാളോട് നീ എന്ത് ചെയ്യണ്ട, പറയാൻ പോകണ്ട. ഇത് ഏതിനെ കുറിച്ചാ പറഞ്ഞത്? നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ, നല്ല സ്വപ്നങ്ങൾ കണ്ട. പക്ഷെ നമ്മളൊക്കെ കാര്യം പറയാം, നമ്മളൊക്കെ അധികം ഏതാ കാണുക, അങ്ങനെയുള്ള കയ്യിരിപ്പ് അല്ലേ? അപ്പൊ നമ്മൾ അധികം സ്വപ്നം കാണാം. എന്താ കാരണം? എന്താ, ഒന്ന് ഉളുടുത്ത് കിടക്കാൻ പറഞ്ഞാൽ വരെ എനിക്കും നിങ്ങൾക്ക് മനസ്സില്ല അല്ലേ? ഉളുടുത്ത് കിടക്കാൻ പറഞ്ഞാൽ അതുവരെ മനസ്സില്ല. ഉളുടുത്ത് ഉറങ്ങൂല, ദിക്ർ ചൊല്ലൂല, മ്യൂസിക്കാണ് ചെവിയിൽ, കണ്ണിൽ മുഴുവൻ എല്ലാ രംഗങ്ങളും, സിനിമയും സീരിയലും ആ രംഗങ്ങളും, ആടിത്തിമിർക്കുന്ന നൃത്തങ്ങളും നൃത്യങ്ങളും, ഡാൻസും പാട്ടും കൂത്തും തോന്നിവാസവും, പുറത്തിറങ്ങിയാലുള്ള എല്ലാ സംവിധാനങ്ങളും, നേരം പോക്കും, എല്ലാ കാര്യങ്ങളും, ജീവിതം മുഴുവനും ഹറാമിലൂടെയും ഒക്കെ ആകുമ്പോൾ കാണുന്നതൊക്കെ ഏതാണ്ട് ഇങ്ങനെ ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറഞ്ഞില്ലേ, നമ്മുടെ നിത്യ ജീവിതത്തിന് ശുദ്ധീകരണം വരുത്തലാണ് ഇതിനുള്ള മാർഗം എന്ന് പറഞ്ഞു. ഇനി സുഹൃത്തുക്കളെ, ദുസ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് പാലിക്കണം, എന്ത് മര്യാദകളാണ് ഇസ്ലാം പറയുന്നത്? പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ അവിടുന്ന് പറയാണ്, വെറുപ്പുള്ള, എനിക്ക് അനിഷ്ടകരമായ സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ശർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് ചോദിക്കണേ. ഔ മിൻ ശർരി ശൈത്താൻ, അല്ലെങ്കിൽ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവല് ചോദിക്കണേ. അങ്ങനെ പേടിപ്പെടുത്തുന്ന, നമുക്കിഷ്ടല്ലാത്ത സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഞാൻ കണ്ട ഈ സ്വപ്നം കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും വരരുത് റബ്ബേ. അതിന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുക. അതിന് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ കാരണമായി ബന്ധപ്പെടുത്തിയ ശൈത്താന്റെ ശർറിൽ നിന്ന് കാവൽ ചോദിക്കുക. മാത്രമല്ല, അവന്റെ ഇടത് ഭാഗത്തേക്ക് അവൻ 3 പ്രാവശ്യം അവൻ തുപ്പട്ടെ. ബസഖ എന്ന് പറഞ്ഞാൽ ഇത്തിരി തുപ്പുനീരോടുകൂടെ തുപ്പുന്നതിനാ പറയാം. ശൈത്താനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന നിലക്ക് നമ്മൾ എഴുന്നേറ്റ ഉടനെ ഇടത് ഭാഗത്തേക്ക് അങ്ങനെ 3 പ്രാവശ്യം പ്രതീകാത്മകമായി നമ്മൾ തുപ്പുകയാണ്. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതെന്ത് ഹദീസാ, ഇതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല ഈ കാലത്ത്. ചില ആളുകൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകും ഇത് കേൾക്കുമ്പോൾ. എന്താ കാരണം? ബുദ്ധിക്ക് യോജിക്കാത്തത്, അല്ലെങ്കിൽ ഈ കാലത്ത് ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ ഹദീസുകൾ പലരും ഇന്ന് പുച്ഛിച്ചു തള്ളുകയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അങ്ങനെ ഇടത് ഭാഗത്തേക്ക് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ ഇടത് ഭാഗത്തേക്ക് തുപ്പിക്കോ. തുപ്പ എന്ന് പറയുമ്പോൾ ഇനി ആരും മനസ്സിലാക്കേണ്ട എന്ത്, വായിൽ ഇഷ്ടം പോലെ അങ്ങോട്ട് തുപ്പലൊക്കെ കുറുകി ഉണ്ടാക്കിയിട്ട് ഒരു 3 ചീറ്റി തുപ്പല്. ഇപ്പുറത്ത് ഭാര്യ കിടക്കണ്ടല്ലേ, ഭർത്താവ് കിടക്കണ്ടല്ലേ, കുട്ടികൾ കിടക്കണ്ട, അവിടെ നീറ്റി ചുപ്പാനല്ല പറയുന്നത്. അത് തുപ്പല് എന്ന് പറഞ്ഞാൽ അതൊരു വെറുപ്പാണ്. അതിൽ തുപ്പുനീര് വേണ്ട. സാധാരണ നാട്ടും പുറത്തുണ്ട് ഒരാളോട് തെറ്റിയാലൊരു തുപ്പല്, അതിൽ തുപ്പലൊന്നും ഉണ്ടാവില്ല അല്ലേ? കേട്ടിട്ടില്ലേ? ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ അപ്പുറത്ത് വീർപ്പുള്ള ഒരുത്തം വരുന്നുണ്ടെങ്കിൽ ചിലർക്ക് എന്ത്, ഒരു തുപ്പല്. അതിൽ തുപ്പുനീരൊന്നും അല്ലാതെ ഉണ്ടാവില്ല. അതൊരു എതിർപ്പും ഒരു വെറുപ്പും ഒരു വിദ്വേഷമൊക്കെ പ്രകടിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ രൂപമാണത്. ഇവിടെ ശൈത്താനോടുള്ള ആ നിലക്കുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്ന നിലക്ക് ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം അവൻ തുപ്പട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. മര്യാദകൾ എത്രണ്ണായി? 3 തീർന്നില്ല. മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചോ, എന്നെ അത് ഉപദ്രവിക്കൂല. അത് ഈമാനുള്ളവർക്കേ കഴിയുള്ളൂ, അല്ലാത്തവന് ഇഷ്കാൽ തീരൂല. അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിന്നെ അത് എന്ത് ചെയ്യൂല, ഉപദ്രവിക്കൂല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിൽ നിനക്ക് അടിയുറച്ച വിശ്വാസമുണ്ടോ? എന്നാ നീ നിന്നെ പഠിപ്പിക്കണം, ഇതുകൊണ്ട് എനിക്കൊരു ഉപദ്രവവും വരില്ല എന്നുറച്ച് വിശ്വസിക്കുക. മാത്രമല്ല അവിടുന്ന് പിന്നെയും പറഞ്ഞു, കിടക്കുന്ന പൊസിഷൻ ഒന്ന് മാറിക്കിടക്കട്ടെ. അവൻ കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, കിടക്കുന്ന ആ രൂപം, അതിൽ നിന്നൊന്നിട്ട് മാറിക്കിടക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത നിർദ്ദേശം പറയുന്നത്.
അപ്പൊ നമ്മൾ ഉണരുമ്പോ എങ്ങനെയാണോ കിടന്നിരുന്നത്, ആ കിടക്കുന്ന പൊസിഷൻ ഒന്ന് മാറിയിട്ട് നമ്മളെ തലയണ വേറൊരു ഭാഗത്തേക്ക് വെച്ച് ഇതുവരെ കിടന്നിരുന്ന മോഡലൊന്ന് മാറിയിട്ട് ഷെയ്പ്പ് ഒന്ന് മാറിക്കിടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശങ്ങളാണ്. പിന്നെയോ അൻ യഖൂമ ഫയുസല്ലി ഫഇൻ അഹദുകും മാ യക്റഹു ഫൽയഖും ഫൽയുസല്ലി. നിങ്ങൾ വെറുക്കുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ അവൻ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ. എഴുന്നേൽക്കുക, വുളു എടുക്കുക, നിസ്കരിക്കുക. ഈ നിസ്കരിക്കുക എന്ന് പറയുന്നത് കൊണ്ടുള്ള വേറൊരു ഗുണം എന്താ അറിയോ? പണ്ഡിതന്മാർ പറയും നിസ്കാരം നിർവഹിച്ച ഈ പറഞ്ഞ മര്യാദ കയ്യിൽ വന്നു എന്നാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറയാണ് അസ്സലാത്തു തജ്മഉ ദാലിക കുല്ലഹു. ഈ പറഞ്ഞ എല്ലാ മര്യാദയും നിസ്കരിക്കാൻ നീറ്റാ കിട്ടും. കാരണം എന്താ? അന്നഹു ഇദാ ഖാമ, എഴുന്നേറ്റ് ഫസല്ലാവൻ നിസ്കരിക്കുമ്പോൾ തഹവ്വലാൻ ജംബിഹി, കിടക്കുന്ന പൊസിഷൻ എന്ന് മാറി. വബസഖ വനഫസ ഇൻദൽ മദ്മലത്തി ഫിൽ വുദൂഇ, വുളു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയിട്ട് ഇടത് ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തുപ്പൽ. അത് വന്നു. വസ്തആദ ഖബലൽ ഖിറാഅത്തി, ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് തന്നെ അഊദു ചൊല്ലും, അല്ലാഹുവോട് കാവൽ ചോദിക്കും. സുമ്മ ദഅല്ലാഹ ഫി അഖറബിൽ അഹ്വാലി, അല്ലാഹു ഏറ്റവും നല്ല സന്ദർഭം എന്ന് പറഞ്ഞ സമയത്ത് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേക ഔദാര്യം മുഖേന അതിന്റെ ശർറിൽ നിന്ന് അള്ളാഹു അവന് കാവൽ കൊടുക്കും. അപ്പോ ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. അതിന്റെയൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ യദ്കുറുഹാ ലിഅഹദിൻ ഫഇന്നഹാ ലൻ തദുറഹു. ഒരാളോടും പറയരുത്, ഒരാളോടും പറയരുത്, എന്നാലത് അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. നമ്മൾ പേടിച്ച് സ്വപ്നം കണ്ടപ്പോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും മെമ്പർ പേടിച്ചിട്ട് നീറ്റ് ഒരു ഭാഗത്ത് കട്ടിലും വേണ്ടി ഇരിക്കുകയാണ്, വിയർത്തിരിക്കുന്നു. എന്തേ ഞാൻ സ്വപ്നം കണ്ടു, അത് കണ്ടു, പാമ്പ്, അത് ഇത് മറ്റേന്നൊക്കെ പറയണ അവിടെ പറഞ്ഞോട്ടെ, ഒന്നും പറഞ്ഞില്ല നിൽക്കുക. എന്തേ കണ്ടു നിങ്ങൾ ചോദിക്കാനും പോണ്ട, കണ്ടവന് പറയാനും പോണ്ട. ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ ചോദിച്ച് പറയമോനെ, പറയമോളെ, എന്തേ എന്റെ കുട്ടി കണ്ട്, എന്തേ കണ്ടത്, നമുക്കിപ്പോ എന്താ ചെയ്യേണ്ടത്, എന്റെ കുട്ടി പേടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് ബേജാറാവണ്ട. മോനായാലും മോളായാലും ഭർത്താവായാലും ഭാര്യയായാലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആങ്ങളെയാണെങ്കിലും പെങ്ങളാണെങ്കിലും ആരാണെങ്കിലും എന്തേ കണ്ടു എന്ന് പറയിപ്പിക്കണ്ട. പേടിപ്പെടുത്തുന്ന സ്വപ്നമാണോ ആരോടും പറയണ്ട, സാരല്ല കേട്ടോ, അവനെ ആശ്വസിപ്പിക്കുക, സാരല്ല, ഉറങ്ങിക്കോ, ഒന്നുമില്ലടാ, ഒന്നുമില്ല, ഉറങ്ങിക്കോ, ഒന്നും പറയണ്ട, നീ കണ്ടത് അവിടെ മനസ്സിൽ വെച്ചോ, ഒന്നും സംഭവിക്കൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് കോച്ചിങ് കൊടുക്കണം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് ഇസ്ലാമികമായ സമ്പ്രദായവും ചര്യയൊക്കെ നമ്മുടെ വീടുകളിൽ നിലനിൽക്കണം. കുടുംബനാഥൻ അതിന്റെ ആളാവണം, കുടുംബനാഥ അതിന്റെ ആളാവണം. വീട്ടിലെ മെമ്പർമാർക്കൊക്കെ ഈ ഇൽമുണ്ടാവണം. എന്നാ പിന്നെ ആരും പേടിച്ചത് വിളിച്ചു പറയാനും പോവില്ല, എന്തേ കണ്ടു എന്ന് ചോദിക്കാനും പോവില്ല. എന്താ കാരണം? അറിവുള്ളവർ പിന്നെ അത് ചോദിക്കൂലല്ലോ. അതാണ് റസൂൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങള് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വപ്നം മാത്രമേ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടവരോട് പറയാവൂ. ദുസ്വപ്നങ്ങൾ കണ്ടാൽ ഒരാളോടും പറയരുത്, ആരും ബുദ്ധിമുട്ടിപ്പിച്ച് ചോദിക്കാനും പാടില്ല, പറയിപ്പിക്കാനും നോക്കണ്ട. അതുകൊണ്ട് ഒരു ഉപദ്രവവും അവന് സംഭവിക്കുന്നതല്ല ഈ മര്യാദകളൊക്കെ പാലിച്ചാലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ഉറക്കൽ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളിൽ ഇസ്ലാമികമായ ഈ മര്യാദകൾ നാം മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക, ബന്ധപ്പെട്ടവർക്ക് ഈ സന്ദേശം കൈമാറുക. അങ്ങനെ ഇസ്ലാമികമായ ഒരു സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും വക്താക്കളായി നാം മാറുക. റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്തും തൗഫീഖും പകരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും കുടുംബാദികളെയും എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടെയുള്ള ഒരന്ത്യം അള്ളാഹു നമുക്ക് വിധിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള സമയമാക്കി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ദീനീ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസും അതുപോലെ തന്നെ ഏറ്റവും തഖ്വയും നിലനിർത്തുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം.
اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.